ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഞാനും മോനും മാത്രമായിട്ടൊരു ലോങ് ജേണി ആദ്യമായിട്ട് പോവുകയാണ്. അപ്പോൾ എൻ്റെ പാരൻസ് മസ്കറ്റിലാണുള്ളത്. അപ്പോൾ അവരുടെ അടുത്തേക്ക് 1 മന്ത് വിസിറ്റിന് വേണ്ടിയിട്ടാണ് പോണത്. ഇപ്പം മോൻ്റെ സ്വഭാവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തെക്കോട്ട് വിളിച്ചാൽ വടക്കോട്ട് പോകുന്ന സ്വഭാവമാണ്. അതുകൊണ്ട് ഇവനായിട്ടുള്ള ജേണി എങ്ങനെയായിരിക്കും എന്നുള്ളതും കാണിക്കാം. അതുപോലെ തന്നെ ഫസ്റ്റ് ടൈമായിട്ട് ഫ്ലൈറ്റിലൊക്കെ പോകുന്നവർക്ക് അവിടെ എയർപോർട്ടിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണെന്നുള്ള ഒരു കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ അവിടെ എങ്ങനെയാണെന്നുള്ളതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കാം. പിന്നെ നമ്മുടെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഞങ്ങളുടെ ഫ്ലൈറ്റ് 11:25 അപ്പോൾ ഇന്റർനാഷണൽ ഫ്ലൈറ്റ്സ് ആകുമ്പോഴത്തേനും നമ്മളൊരു 3 മണിക്കൂർ മുമ്പ് അവിടെ റിപ്പോർട്ട് ചെയ്യണം എന്നാണ്. ഇപ്പം നമ്മൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട്, എന്നാലും എപ്പോഴും നേരത്തെ ഇറങ്ങുന്നതാണ് സേഫ്. എന്തെങ്കിലും ബ്ലോക്കോ കാര്യങ്ങളോ ഒക്കെ കിട്ടിയാൽ വെറുതെ ടെൻഷൻ ആവണ്ട. അപ്പം നേരത്തെ പോകുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ അതേ എൻട്രിയിൽ നിന്ന് നമുക്കൊരു പാർക്കിംഗ് സ്ലിപ്പ് തരും. അത് സൂക്ഷിച്ച് വെക്കണം. അത് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും, എല്ലായിടത്തും ഉള്ള പോലെ തന്നെ. നമ്മുടെ ടെർമിനൽ വരുന്നത് മുകളിലാണ്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളിത് എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് ഒരു ട്രോളി എടുത്തിട്ട് നമ്മുടെ ലഗേജ് ഒക്കെ അതിലേക്ക് മാറ്റണം. 1 മാസത്തേക്ക് വേണ്ടി ഇത്രയും ലഗേജ് എന്തിനാന്ന് ചിന്തിക്കാം. ഇതിൽ ആക്ച്വലി ചക്കയുണ്ട്, ബീഫുണ്ട്, ഉണക്കച്ചെമ്മീൻ, അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെയാണ്. നമ്മളുടെ ചെക്കിൻ ടൈം ആയി എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ അകത്തേക്ക് കയറുകയാണ്. നമ്മൾ ഫ്ലൈ ചെയ്യുമ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പാണ് ചെക്കിൻ ചെയ്യാന്നുള്ളത്. ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് ജസ്റ്റ് നമ്മളുടെ പാസ്പോർട്ടും വിസയും ടിക്കറ്റും എല്ലാം ഒന്ന് അവർ ചെക്ക് ചെയ്യും. അത് കഴിഞ്ഞിട്ടാണ് നമ്മളെ അകത്തേക്ക് കയറ്റി വിടുന്നത്. അപ്പോൾ ചെക്കിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ഏതാന്ന് നോക്കുക, എന്നിട്ട് ഏത് കൗണ്ടറിലാണ് നിൽക്കേണ്ടതെന്ന് നോക്കിയിട്ട് അവിടെ പോയി നിൽക്കാം. ഇപ്പം നമുക്ക് പെർട്ടിക്കുലർ ആയിട്ട് ഇപ്പോൾ വിൻഡോ സീറ്റ് ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സമയത്ത് നമുക്ക് അവർ തരുമുണ്ടെങ്കിൽ. നമ്മുടെ കുറച്ച് വലിയ ക്യൂ ആണ്, പക്ഷെ വേഗം മൂവ് ചെയ്യുന്നുണ്ട്. ഇവിടെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ ലഗേജ് ഇവിടെ നിന്ന് കയറ്റി വിടും. ഇവിടേക്ക് വെച്ച് കൊടുക്കുമ്പോഴത്തേനും നമ്മുടെ ലഗേജ് അങ്ങോട്ട് പോയിക്കോളും. ഇവിടെ നിന്ന് കിട്ടുന്ന ബോർഡിംഗ് പാസ് കൃത്യമായിട്ട് സൂക്ഷിച്ചു വെക്കുക. ചെക്കിങ് കഴിഞ്ഞാൽ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇമിഗ്രേഷൻ ആണ്. അപ്പൊ ഇമിഗ്രേഷന്റെ അകത്തേക്ക് നമുക്ക് ക്യാമറ അലൗഡ് അല്ല. അവിടെ നമ്മുടെ ഡോക്യുമെന്റ്സ് എല്ലാം കൃത്യമായിട്ട് ചെക്ക് ചെയ്യും. അതിനുശേഷം നമ്മുടെ അടുത്ത് എന്തിനാണ് പോകുന്നത്, അങ്ങനെ നമ്മൾ ബേസിക് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഒട്ടും വറീഡ് ആവണ്ട, നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ മാത്രമേ അവർ ചോദിക്കുള്ളൂ. എന്തിനാ പോണേ, ആരാണ് അവിടെ ഉള്ളത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിക്കുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇമിഗ്രേഷൻ്റെ അവിടെ നമുക്ക് ക്യാമറ അലൗഡ് അല്ലാത്തതുകൊണ്ട് ബാക്കി ഞാൻ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ കൂടെ നടന്നുകൊണ്ട് പറഞ്ഞുതരാം. ഇമിഗ്രേഷന്റെ ആ കൗണ്ടറിൽ നിന്ന് നെക്സ്റ്റ് നമ്മൾ പോകുന്നത് സെക്യൂരിറ്റി ചെക്കിന് വേണ്ടിയിട്ടാണ്. അവിടെ ചെന്ന് കഴിയുമ്പോഴത്തേനും ഒരു ട്രേ വെച്ചിട്ടുണ്ടാവും. അതിലേക്ക് നമ്മുടെ കയ്യിലുള്ള ഫോൺ, ലാപ്ടോപ്പ്, അതുപോലെ മെറ്റൽ ഐറ്റംസ്, അങ്ങനെ ഒരു ലിസ്റ്റ് ഓഫ് തിങ്സ് അവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. അതിലുള്ള നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ആ ട്രേയിൽ ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മുടെ കയ്യിലുള്ള ഹാൻഡ് ബാഗേജും അതിൽ വെച്ചു കൊടുക്കുക. അപ്പോൾ ഇത് സെക്യൂരിറ്റി ചെക്ക് കഴിഞ്ഞ് നമുക്ക് തിരിച്ച് കിട്ടും. നമ്മുടെ ബാഗേജ് ചെക്ക് ചെയ്യുന്ന ഇൻ ബിറ്റ്വീൻ ടൈമിൽ നമ്മളുടെ ബോഡി മൊത്തം അവർ ചെക്ക് ചെയ്യും സ്കാനർ വെച്ചിട്ട്. ലേഡീസിന് സെപ്പറേറ്റ് ഒരു റൂം പോലെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ട്, കർട്ടൻസ് ഒക്കെ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിലാണ് ലേഡീസിനെ ചെക്ക് ചെയ്യുന്നത്. നമ്മളടുത്ത് 2 കൈ ഇങ്ങനെ വിരിച്ചിട്ട് നിൽക്കാൻ പറയും. എന്നിട്ട് അവർ മൊത്തം ചെക്ക് ചെയ്യുമ്പോഴത്തെ പോക്കറ്റിലൊക്കെ എന്തെങ്കിലുമൊക്കെ കാണുകയാണെങ്കിൽ അവരെന്താണെന്ന് ചോദിക്കും. അപ്പോൾ ജസ്റ്റ് കാണിച്ചു കൊടുക്കുകയോ പറയുകയൊക്കെ ചെയ്താൽ മതി. ലേഡീസ് സ്റ്റാഫ് തന്നെയാണ് നമ്മളെ ചെക്ക് ചെയ്യുന്നത്, അതുകൊണ്ട് ഒരു ടെൻഷനും വേണ്ട. എല്ലാം ക്ലിയർ ആണെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം നമുക്ക് തിരിച്ചു തരും. പിന്നെ നമുക്ക് ഡ്യൂട്ടി ഫ്രീ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ വാങ്ങിക്കാം. ഇനി നമ്മൾ നമ്മുടെ എല്ലാ പരിപാടികളും കഴിഞ്ഞ് ഫ്രീ ആയി. ഇനി നമ്മൾ ചെക്ക് ഇൻ ചെയ്തപ്പോൾ കിട്ടിയ ബോർഡിംഗ് പാസിൽ നമ്മൾ ഏത് ഗേറ്റിൽ കൂടെയാണ് ഫ്ലൈറ്റിലേക്ക് പോകുന്നതെന്നുള്ളത് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. നമ്മുടെ ഗേറ്റ് 5 ആണ്, അതുകൊണ്ട് ഒത്തിരി നടക്കാണ്ട് ഇൻ ബിറ്റ്വീൻ ഇങ്ങനെ ഷോപ്പൊക്കെ കാണുമ്പോഴത്തേനും ജോൺ ഒരു കണക്കിനാണ് ഞാൻ വലിച്ചോണ്ട് പോയിക്കൊണ്ടിരുന്നത്. മൂവിങ് വാക്ക് വേ ആകെ ഒരു കുറച്ച് സെക്ഷനിൽ മാത്രമാണ് വരുന്നുള്ളൂ, ബാക്കി ഞങ്ങൾ മുഴുവൻ നടന്നു. നമ്മളിങ്ങനെ പോകുന്നതിന്റെ 2 സൈഡിലായിട്ടും ഒത്തിരി കഫേസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം നമുക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണം എന്നുണ്ടെങ്കിലൊക്കെ അവിടെ നിന്ന് വാങ്ങിച്ച് കഴിക്കാം. നമുക്ക് ദേ 5A കൂടെ ആണ് പോകേണ്ടത്. അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇത്രയും ദൂരം നടന്നാണ് നമ്മൾ ഇവിടെ വരെ എത്തിയത്. അപ്പൊ ഇനി കുറച്ചു നേരം നമുക്ക് റിലാക്സ് ചെയ്യാൻ കുറച്ചു നേരം വെയിറ്റിംഗ് ടൈം ഉണ്ട്, ഒരു 1 hour. പിന്നെ ഇവിടെ ചാർജിങ് പോർട്ട്സ് ഉണ്ട്, അപ്പൊ മൊബൈലൊക്കെ ചാർജ് ചെയ്യാം. ഇനി നമ്മുടെ ബോർഡിംഗ് ടൈം ആകുമ്പോഴത്തേനും അവർ അനൗൺസ് ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ബോർഡിംഗ് പാസ് കാണിച്ച് ചെയ്യുമ്പോൾ അകത്തേക്ക് പോവാം. ഇപ്പൊ നമ്മൾ ജെറ്റ് ബ്രിഡ്ജിൽ കൂടിയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി നേരെ നമ്മൾ പ്ലെയിനിലേക്കാണ് കയറാൻ പോണത്. അത്ര സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഞാൻ കാര്യങ്ങൾ പറഞ്ഞെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും ഇതിൽ കവർ ചെയ്തിട്ടുണ്ട്. ഇത്രയൊക്കെ ഉള്ളൂ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യാൻ വേണ്ടിയിട്ട്, ഒന്നും പേടിക്കാനില്ല. അപ്പോൾ അതേ നമ്മൾ ഫ്ലൈറ്റിൽ എൻട്രി ചെയ്തിട്ടുണ്ട്. ഇനി നമ്മുടെ സീറ്റ് നമ്പർ നോക്കിയിട്ട് നമ്മൾ അവിടെ പോയി ഇരുന്നാൽ മതി. മുകളിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ടാവും, അത് നോക്കിയിട്ട് നമ്മൾക്ക് സീറ്റിൽ ഇരിക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിലുള്ള ലഗേജ് മുകളിൽ വെക്കാം. എന്താണേലും ഇത്രയും നേരം ജോ നല്ല കോപ്പറേറ്റീവ് ആയിരുന്നു. ആകെ ഷോപ്സ് കണ്ടപ്പോൾ മാത്രം ഒന്ന് ഡിസ്റ്റർബ് ചെയ്തു തന്നെ, അല്ലാതെ ഫുൾ ഞാൻ പറയണതെല്ലാം കേട്ട് നല്ല കുട്ടിയായിട്ടാണ് എൻ്റെ കൂടെ വന്നത്.
അപ്പോൾ ഫ്ലൈറ്റിൽ നമ്മൾ ഇരിക്കുന്നതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് AC വെൻ്റ് ആണ്, അത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അതുപോലെ തന്നെ ആ ബട്ടണിൽ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അറ്റൻഡേഴ്സ് വരും നമുക്ക് എന്തെങ്കിലും അസിസ്റ്റൻസ് വേണമെങ്കിൽ. അതുപോലെ തന്നെ ഇങ്ങനെ ഇൻസ്ട്രക്ഷൻ കാർഡൊക്കെ വെച്ചിട്ടുണ്ട്. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ അതിൽ നോക്കാം. വിത്ത് പിക്ചേഴ്സ് ആണ്. ടേക്ക് ഓഫിന് മുമ്പ് നമ്മുടെ അടുത്ത് സീറ്റ് ബെൽറ്റ് ഇടാൻ പറയുമ്പോഴത്തേനും കൃത്യമായിട്ട് സീറ്റ് ബെൽറ്റ് ഇടുക. അതുപോലെ മൊബൈൽ ഓഫ് ചെയ്ത് വയ്ക്കുക. ആ ഇൻസ്ട്രക്ഷൻസ് തരുന്നതനുസരിച്ച് നമ്മളത് ഫോളോ ചെയ്ത് പോയാൽ മതി. എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനെ വിളിച്ച് ചോദിച്ചാൽ അവർ കൃത്യമായിട്ട് നമുക്ക് ചെയ്തു തരുമോ അല്ലെങ്കിൽ പറഞ്ഞു തരുമോ ചെയ്യും. അപ്പോൾ ഈ ടേക്ക് ഓഫിൻ്റെ സമയത്ത് പ്രഷറിൻ്റെ വേരിയേഷൻ വരുന്നതുകൊണ്ട് നമുക്ക് ചെവിയിൽ ഇയർ പ്ലഗ്സോ അല്ലെങ്കിൽ കോട്ടണോ ഒക്കെ വെക്കാം. അല്ലെങ്കിൽ ചില സമയത്ത് നമുക്ക് ചെവിയിൽ ഒരു ഡിസ്റ്റർബൻസ് തോന്നും. അതും ഇല്ലെങ്കിൽ ഒരു ക്യാൻഡിയോ എന്തെങ്കിലും വായിലിട്ടിട്ട് പതുക്കെ നുണഞ്ഞ് ഇരുന്നിട്ടുണ്ടെങ്കിലും ആ പ്രഷറിൻ്റെ ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ നല്ലതാണ്. പിന്നെ നമുക്ക് കഴിക്കാനോ അല്ലെങ്കിൽ ലാപ്ടോപ്പൊക്കെ വെക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ ഇത് ഓപ്പൺ ചെയ്യാം. നമുക്കപ്പോൾ ഒരു സീറ്റ് ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു. അതുകൊണ്ട് ജോ നല്ല കിടന്നുറങ്ങിയാണ് വന്നത്. അറ്റ് ലാസ്റ്റ് നമ്മൾ മസ്കറ്റിൽ എത്തിയിട്ടുണ്ട്. ലാൻഡിങ് ആണ്. ഇവിടെ എയർപോർട്ടിൽ വന്നിറങ്ങി കഴിഞ്ഞപ്പോഴത്തേനും മൊബൈൽ എനിക്ക് ഒട്ടും യൂസ് ചെയ്യാൻ പറ്റിയിട്ടില്ല. കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണ്. എല്ലായിടത്തും ഫോൺ പ്രൊഹിബിറ്റഡ് ആയിട്ടാണ് അവർ എഴുതി വെച്ചിട്ടുള്ളത്. ഇവിടെ ഞാൻ ജസ്റ്റ് വിസിറ്റിങ്ങിന് വന്നുകൊണ്ട് വേറെ പ്രൊസീജിയേഴ്സ് ഒന്നുമില്ല. പാസ്പോർട്ടും വിസയും കൊടുത്തു കഴിയുമ്പോഴത്തേനും എനിക്ക് വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. പിന്നെ ഒരു സെക്യൂരിറ്റി ചെക്കും ഉണ്ടായിരുന്നു. വർക്കിംഗ് വിസ ആണെങ്കിൽ ഒരു ഡിഫറെന്റ് ക്യൂവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നിൽക്കുക. അങ്ങനെ നമ്മുടെ എയർപോർട്ട് വ്ലോഗ് കഴിഞ്ഞിരിക്കുകയാണ്. ഇവിടെ എൻ്റെ പാരൻസ് പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ നേരെ വീട്ടിലേക്കാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ എൻ്റെ ചാനൽ ഫസ്റ്റ് ടൈമാണ് കാണുന്നതെങ്കിൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ, ടേക്ക് കെയർ.